നമ്മുടെ ഗിന്നസ് പക്രു ആളൊരു പുലിയാണ് കേട്ടോ. ചോറ്റാനിക്കരയിലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് അജയൻ എന്ന നമ്മുടെ സ്വന്തം ഗിന്നസ് പക്രു താമസിക്കുന്നത്. ഭാഗ്യവതിയായ ഭാര്യ ഗായത്രിക്കും മക്കളായ ദീപ്തി, കീർത്തി, ദിച്ചു എന്നീ 2 മക്കളോടൊപ്പം സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം പ്രിയങ്കരനായ ഗിന്നസ് പക്രു എന്ന അജയൻ. 2 അടി 6 ഇഞ്ച് പൊക്കം മാത്രമുള്ള ഒരു വ്യക്തി. ശാരീരിക പരിമിതികളെ വെല്ലുവിളികളോട് നേരിട്ട് ഗിന്നസ് ബുക്കിൻ്റെ പേജിൽ ഇടം പിടിച്ച ഏറ്റവും ഉയരങ്ങളിലെത്തിയ ഒരു മനുഷ്യൻ. നമുക്കൊക്കെ ഉയരവും ആരോഗ്യവും സാഹചര്യവും എല്ലാം ഉണ്ടായിട്ടും എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലാണ് ഈ ചെറിയ മനുഷ്യൻ ഏറ്റവും ഉയരങ്ങളിൽ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന താരമായി മാറിയത്. ഒരു മനുഷ്യൻ വലിപ്പം കൊണ്ടല്ല വലിയവനാകുന്നത്, അവൻ്റെ പ്രവൃത്തികളിലൂടെയാണ് അവൻ ഏറ്റവും വലിയവനായത്. ഗിന്നസ് പക്രുവും അങ്ങനെ തന്നെ. അച്ഛൻ രാധാകൃഷ്ണപിള്ള, അമ്മ അംബുജാക്ഷി അമ്മ, 2 സഹോദരിമാർ കവിതയും സംഗീതയും. ഇതാണ് അജയൻ്റെ കുടുംബം. അന്ന് ആ ചെറിയ കുഞ്ഞിനെ ഓർത്ത് അവർ എന്തുമാത്രം വിഷമിച്ചിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ആ മകനെ ഓർത്ത് അവർക്ക് ഏറെ അഭിമാനിക്കാം. കൂടെ നമുക്കും അഭിമാനിക്കാം. ഇങ്ങനെയൊരു കലാകാരനെ നമുക്ക് സമ്മാനിച്ചതിന്. ഈ 2 അടി 6 ഇഞ്ച് മാത്രം പൊക്കമുള്ള ഈ കലാകാരനെ തോൽപ്പിക്കാൻ വേറെ ആരുണ്ട്? അതുകൊണ്ടല്ലേ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും നാമെല്ലാം ഗിന്നസ് പക്രുവിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജയൻ പുലിയല്ല പുപ്പുലിയാണെന്ന്. നമുക്കൊക്കെ ഈശ്വരൻ ഉയരം തന്നു, പക്ഷേ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഭാഗ്യം തന്നില്ല. അത് നോക്കുമ്പോൾ അജയൻ വെറും അജയനല്ല, അജഞ്ചയൻ തന്നെയല്ലേ. മൂത്ത മകൾക്കാകട്ടെ സിനിമയോടാണ് താല്പര്യം. അവളുടെ താല്പര്യം എന്താണോ അത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മാതാപിതാക്കളായ എൻ്റെയും ഗായത്രിയുടെയും തീരുമാനമെന്നാണ് അജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മക്കളെക്കുറിച്ച് പറയുമ്പോൾ അജയന് 100 നാവാണ്. അത് ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നത് തന്നെയല്ലേ. മൂത്ത മകൾ ദീപ്തി കീർത്തി ഇപ്പോൾ കുറച്ച് നൃത്ത പരിപാടികളുമായി കലാരംഗത്ത് സജീവമാകാൻ ശ്രമിക്കുകയാണ്. 2ാമത്തെ കുഞ്ഞ് ദിച്ചു എന്ന ദ്വിജ ആണ്. ഭയങ്കര കുസൃതിയാണെന്നാണ് അച്ഛനായ അജയൻ പറയുന്നത്. മൂത്ത മകൾ കുഞ്ഞായിരുന്ന സമയം അവൾ വേറെ കളിപ്പാട്ടങ്ങളൊന്നും ആവശ്യപ്പെടാറില്ലെന്നും ജീവനുള്ള കളിപ്പാട്ടമായി അച്ഛൻ എപ്പോഴും അരികിലുണ്ടല്ലോ എന്ന് തമാശ രൂപേണ അജയൻ പറയുമ്പോഴും എവിടെയോ ഒരു വേദന തോന്നുന്നത് പോലെ. എനിക്ക് മാത്രമാണോ തോന്നിയത് എന്നറിയില്ല, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവുമല്ലേ. ഇളയ കുട്ടി കുറേ താമസിച്ചാണ് ജനിച്ചതെന്നാണ് അജയൻ പറയുന്നത്. അതുകൊണ്ട് മൂത്തവളെ കാണിച്ച പല കളികളും താൻ മറന്നു പോയിരിക്കുന്നു എന്നും തമാശ രൂപേണ അജയൻ പറയുന്നു. മാത്രമല്ല അനിയത്തിക്കുട്ടിക്ക് ചേച്ചി വെറും ചേച്ചിയല്ല, ചേച്ചിയമ്മയാണ്. എല്ലാ കാര്യവും അവളാണ് ചെയ്തു കൊടുക്കാറ്. ദിത്തുവിന് ഇപ്പോൾ ഞങ്ങളെ വേണ്ട, കുഞ്ഞു വാവയെ മതി. അജയന് ഒരു പരിഭവമുണ്ട് കേട്ടോ, ഒപ്പം ഒരു കുഞ്ഞു വേദനയും. മക്കളെ എടുക്കാനാവുമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാനോ തോളിലിട്ട് പാട്ടുപാടി അവരെ ഉറക്കാൻ കഴിയുകയില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു ചെറിയൊരു വേദന ഇല്ലാതില്ല. ഇതൊക്കെയാണെങ്കിലും വീട്ടുകാര്യങ്ങളിൽ താൻ പവർഫുള്ളാണെന്നാണ് അജയൻ്റെ നിലപാട്. ഒരു നല്ല കുടുംബനാഥനാണ് ഞാനെന്നും മക്കൾക്ക് നല്ലൊരു അച്ഛനുമാണ്. അഭിപ്രായങ്ങൾ ശക്തമായി പറയുകയും ചെയ്യുന്ന ഒരു പാവം അച്ഛനാണ് താൻ. എന്തായാലും ഉയരക്കുറവ് ഒരു കുറവല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഗിന്നസ് പക്രുവും കുടുംബവും. ഈശ്വരൻ എല്ലാ നന്മകളും ഈ കുടുംബത്തിന് നൽകട്ടെ. ഗിന്നസ് പക്രു ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.